നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കുഴുവേലിപ്പടി മണൽമുക്ക് റോഡ് ഫ്രണ്ടായിട്ട് 5 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിന്റെ പുതിയൊരു വീടാണ്. ഫുള്ളി ഫർണിഷ്ഡ് വീടാണ് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫർണിച്ചർ ഇല്ലാത്ത രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കറന്റ്ലി ഫർണിച്ചർ ഉള്ള രീതിയിലാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. വീട് വാങ്ങിക്കാനായിട്ട് ഒരുപാട് വീടുകൾ കണ്ട് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്താന്ന് വെച്ചാൽ, ഈ വീട്ടിൽ കയറിയപ്പോൾ സാധാരണ നോർമലി കണ്ടുവരുന്നതിനെക്കാട്ടും കൂടുതൽ സ്പേഷ്യസ് ആണ്. സാധാരണ ഒരു 2000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ഒരു 1800 സ്ക്വയർ ഫീറ്റോ വീട് കാണുന്നത് പോലെയല്ല ഈ വീട്. 2200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ്. ഇതിന്റെ എല്ലാ റൂമുകളും, ഹോളുകളും, ഡൈനിങ്ങും ലിവിംഗ് സ്പേസുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. ഒരു ഫാമിലി ഇവിടെ താമസിക്കുമ്പോൾ ഒരിക്കലും കൺജസ്റ്റഡ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും. നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പുതിയ വീട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ആയാലും പല പല സാധനങ്ങൾ, ഇന്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും ഹോളുകളുമാണ് ഈ വീടിനുള്ളത്. പിന്നെ ഇതിന്റെ ലൊക്കേഷനാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. 3 കാറുകൾ നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു 7 സീറ്ററും 2 ചെറിയ കാറും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ ബോർവെൽ സംവിധാനമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഗേറ്റ് തുറന്നു വരുമ്പോൾ ഒരു വലിയ വീട്ടിലേക്ക് കയറുന്ന ഒരു പ്രതീതി വീടിനാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് റൂമിലേക്ക് കയറി വരെ തന്നെ റൈറ്റ് സൈഡ് ബെഡ്റൂംസും ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഡൈനിങ് ലിവിംഗ് സ്പേസുകളാണ്. അങ്ങനെ രണ്ടായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഉള്ള ലിവിംഗ് ഏരിയയിൽ ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കളർ മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ ആണെങ്കിലും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടിവുഡിൽ തീർത്ത ഒരു സെപ്പറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ലിവിംഗ് ഏരിയയിൽ. അതേപോലെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വളരെ ഒതുക്കി വെച്ചിട്ടാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ ഇട്ടാലും ഒട്ടും സ്ഥലം പോവാത്ത രീതിയിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. താഴെ 2 റൂമാണ്, മേളിൽ 2 റൂം എന്നുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കോട്ട് കാണാൻ പറ്റും. കോട്ടിൽ സൈഡിലായിട്ട് നമുക്ക് ഒരു കബോർഡ് കണ്ട്, ഈ കോട്ടും കബോർഡും ഉണ്ട്. അതേപോലെ തന്നെ റൂമിലുള്ള സ്ഥലം ഇത് 2 ഇട്ടാലും അത്യാവശ്യം നല്ല സ്ഥലത്തിലുള്ള റൂമാണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഈവൻ 2 റൂമുകളിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കോട്ട് ഇട്ടാലും കബോർഡ് വന്നാലും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള 2 റൂമുകളും താഴെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മേളത്തെ റൂമാണെന്നുണ്ടെങ്കിലും ഈ സെയിം തന്നെയാണ് വരുന്നത്. 2 റൂമിലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമുക്കിപ്പോ ഒരു കൊച്ചിന് ഒരു സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമുണ്ട്. പിന്നെ അടുത്തതാണ് പറയാനുള്ളത് വെച്ചാൽ വാഷിംഗ് ഏരിയ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വാഷിംഗ് ഏരിയ ആണ്. ഒട്ടും കൺജസ്റ്റഡ് അല്ല. ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിൽ തന്നെ ഈവൻ ഏറ്റവും പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ സിങ്കും വാഷ് ഏരിയയുമാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഷിങ്ങും ഹോട്ട് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ടാപ്പുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയ പണിയാനുള്ള സ്പേസും പുറത്ത് നമുക്ക് ഉണ്ട്. തൊട്ട് സൈഡിൽ തന്നെയാണ് ബോർവെൽ സംവിധാനം കൊടുത്തിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഈ വീടിന് കൊടുത്തിരിക്കുന്നു. പിന്നെ മേളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ മേളിലത്തെ താഴത്തെ അതേ സ്പേസ് ഉള്ള ഒരു ഹോള് മേളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയ മിനി തിയേറ്റർ ഏരിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോളാണ് മേളിലുള്ളത്. 2 ബെഡ്റൂമുകളാണ് മേളിലുള്ളത്. അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി റൂമും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. മേളിൽ ഒരു ബെഡ്റൂമിൽ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള താഴത്തെ അതേ സ്പേസ് ഉള്ള റൂമാണ് മേളിലുള്ളത്. 2 ബാൽക്കണി ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ബെഡ്റൂമിലാണ്, 2 ഒരു ഹോളിലുമാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളിലാണെന്നുണ്ടെങ്കിലും കബോർഡ് അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും ബാത്റൂം ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും ബ്രാൻഡഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,20,00,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 1,50,00,000 രൂപ വരെ ചോദിക്കാൻ പറ്റുന്ന വീടാണ്. കാര്യം അത്ര വിശാലതയാണ്. കാര്യം അത്രയും സൗകര്യമാണ്. സാധാരണ രീതിയിൽ 1,50,00,000 രൂപയുടെ വീടെന്ന് പറഞ്ഞാൽ എത്രത്തോളം സൗകര്യങ്ങളും പല സ്ഥലങ്ങളിലും ഇല്ല. എല്ലാവരും നോക്കുന്നത് സൗകര്യവും ഡിസൈനും ലൊക്കാലിറ്റിയാണോ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ലൊക്കേഷനാണ് ഈ പറയുന്ന കുഴുവേലിപ്പടിയിലുള്ള 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂമിന്റെ വീട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനോ ലോൺ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെയുള്ള നല്ല നല്ല വീടുകളും റിയൽ എസ്റ്റേറ്റ് ഡീലുകളുമായിട്ട് നമുക്ക് കാണാം. ബൈ.